നമസ്കാരം. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്കും കൂടെ അറിയാവുന്ന സംഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ്. മലബാർ ഗോൾഡുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. മലബാർ ഗോൾഡ് ഇപ്പോൾ വർഗീയവാദിയാണ്, പാകിസ്ഥാൻ്റെ ചാരന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ പ്രചരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? അവർ അത്ര ഒരു പാകിസ്ഥാൻ്റെ ചാരന്മാരാണോ? വളരെ രസകരമായി എനിക്ക് തോന്നിയ മുൻ DGP, ഇദ്ദേഹമൊക്കെ കേരളത്തിലെ DGP ആയിരുന്നു എന്ന് നോക്കുമ്പോൾ നമുക്കൊക്കെ ലജ്ജയാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അത് വലിയ ചർച്ചയിലേക്ക് വഴിവെച്ചിരുന്നു. അദ്ദേഹം പോസ്റ്റ് ഇട്ടത്, അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ പറയുന്ന പ്രകാരമാണ്: ദീപാവലിക്ക് സ്വർണ്ണാഭരണം എടുക്കാൻ മലബാർ ഗോൾഡിൽ പോകാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാഷ നമ്മളൊന്ന് മനസ്സിലാക്കണം. അവർ പാകിസ്ഥാന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഇന്ത്യക്കെതിരെയുള്ള ശക്തികളുമായി അവർ ബന്ധത്തിലാണ്. ഇനി മുതൽ അവരെ ഉപേക്ഷിക്കുക. പണത്തിന് പ്രാധാന്യം നൽകുന്ന നമ്മുടെ നടീനടന്മാർ അവരെ ഇപ്പോഴും പിന്തുണച്ചേക്കാം. പക്ഷേ നമ്മൾ അവരെ ഉപേക്ഷിക്കുക. അവരറിയട്ടെ ഇന്ത്യക്കാരൻ്റെ പ്രതിഷേധം. കൊള്ളാം. ഇത്ര വലിയൊരു വർഗീയവാദി ആയിരുന്നു കേരളത്തിലെ മുൻ പോലീസ് മേധാവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്നു മുതൽ എന്ത് വിരോധമായിരുന്നു മുസ്ലിമിനോടുണ്ടായിരുന്നതെന്ന് നമ്മൾ ഊഹിക്കാം. ഇപ്പോൾ പറയും ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് വർഗീയത പറയാമെന്ന്. വർഗീയത ഉള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട്, അത് വലിയ എൻ്റെ പോസ്റ്റിൻ്റെ, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ അടിയിലെ കമൻറ്റുകൾ വായിച്ചാൽ നമുക്കറിയാം, ഒരു രക്ഷയില്ലാത്ത കമൻറ്റുകളാണ്. നമുക്ക് പ്രതീക്ഷിക്കുന്ന കൂടുതൽ കമൻറ്റുകൾ വരുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് കൂടെ ഒന്ന് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. മലബാർ ഗോൾഡ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 91-93 കാലഘട്ടത്തിലാണ് തോന്നുന്നു ഇവർ മലബാർ ഗോൾഡ് എന്ന സ്ഥാപനം കോഴിക്കോട് തുടങ്ങും. പിന്നീട് അത് ഇന്ത്യക്ക് പുറത്തുമായി വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ UK ഇവരൊരു സ്ഥാപനം തുടങ്ങി. UK സ്ഥാപനം തുടങ്ങിയപ്പം സാധാരണ ഇവർ സ്ഥാപനം തുടങ്ങുമ്പോൾ എനിക്കറിയാം, നമ്മൾ ഉൾപ്പെടെ ഇവർ വിളിക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഇനാഗ്രേഷൻ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അങ്ങനെ ഒത്തിരി ആളുകൾ വിളിക്കും. കേരളത്തിലാണെങ്കിൽ വിളിക്കും, UK അവിടെ ഉള്ളവർ വിളിക്കും. അങ്ങനെ ഒരു ഏജൻസിയൊക്കെയാണ് ഇത് വിളിക്കുന്നത്. അങ്ങനെ അന്നൊരു സോഷ്യൽ മീഡിയ ബ്ലോഗർ, ഒരു ലേഡി അവിടെ എത്തിയിരുന്നു. പേരെനിക്കത്ര ഓർമ്മയില്ല. ആ ലേഡി പാകിസ്ഥാനിയാണ്. പാകിസ്ഥാനിൽ ജനിച്ച് വളർന്ന് UK സിറ്റീസൺ ഉള്ള ഒരു ലേഡിയാണ്. ആ ലേഡി അന്ന് അവിടുത്തെ ഉദ്ഘാടനം വീഡിയോ ചെയ്തിരുന്നു. അത് വലിയ രീതിയിൽ വീഡിയോ വൈറലായി. അങ്ങനെ എല്ലാവരുടെയും വീഡിയോ വൈറലാവുന്നു. എല്ലാ ചാനലുകാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ വിളിക്കുമ്പോൾ വീഡിയോ വൈറലാവുന്നു. അതിനുശേഷം ആ പെൺകുട്ടി, എനിക്കൊന്ന് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പാകിസ്ഥാന് വേണ്ടി അവരൊരു വീഡിയോ ചെയ്യുന്നു. പാകിസ്ഥാനിൽ ജനിച്ചു വളർന്നതാണ്. അപ്പം അതിൻ്റെ കൂറ് കാണിക്കാൻ വേണ്ടി ഇന്ത്യയെ തള്ളി പറയുന്ന ഇതിലേക്ക് ഒരു വീഡിയോ ചെയ്തു. അന്ന് UK മലബാർ ഗോൾഡിൻ്റെ വീഡിയോ ചെയ്ത ആ പെൺകുട്ടി പാകിസ്ഥാന് വേണ്ടി വീഡിയോ ചെയ്തപ്പോൾ അത് പാകിസ്ഥാൻ്റെ വീഡിയോ ചെയ്തപ്പോൾ മലബാർ ഗോൾഡ് പാകിസ്ഥാൻ്റെ ചാരനാക്കി ചിത്രീകരിക്കുന്നു. എന്ത് വിരോധാഭാസം അല്ലേ? ഒന്ന് ആലോചിച്ച് വയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യയുടെ സ്നേഹം കാണിക്കേണ്ടത്. നമ്മൾ മലബാർ ഗോൾഡിനെ അല്ല, അവരെയാണ് ആട്ടിപ്പായിക്കാനുള്ള പോസ്റ്റുകളുണ്ട്. അതിന് പകരം അവർ ചെയ്തത് പാകിസ്ഥാനെ പിന്തുണച്ചപ്പോൾ അത് മലബാർ ഗോൾഡിൻ്റെ ഒരു ഇനാഗ്രേഷൻ വന്നിട്ട് അവർ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ മലബാർ ഗോൾഡ് പാകിസ്ഥാൻ്റെ ചാരനാണെന്ന് പറയുന്നത്, പാകിസ്ഥാനെയാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നതിൻ്റെ തെളിവാണത്. പിന്നീട് അവർ വീഡിയോ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഡൽഹി കോടതിയിലൊക്കെ മലബാർ ഗോൾഡ് പോയിരുന്നു. നമുക്കെതിരെ ഇങ്ങനെ ഒരു പല വാർത്തകൾ വരുന്നു, അത് നീക്കം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിനുശേഷം ഞാൻ ഈ വാർത്തയെ അന്വേഷിച്ചപ്പം കഴിഞ്ഞ ദിവസം ഇതേ ബ്ലോഗർ ഒരു വീഡിയോ ചെയ്തു മറ്റൊരു സ്വർണ്ണക്കട സ്ഥാപനത്തിന്. അപ്പം ആ സ്വർണ്ണക്കടയ്ക്കെതിരെ ഈ സെൻകുമാർ ഒന്നും പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്. ആ സ്വർണ്ണക്കടയൊക്കെ നമുക്കറിയാം, അവരൊക്കെ അങ്ങനെയുള്ളവരല്ല, ജെന്യൂനാണ് അവരൊക്കെ. അവർ ജെന്യൂനാണ്, അവരൊന്നും വർഗീയവാദികളൊന്നും അല്ല. പക്ഷേ സെൻകുമാർ മലബാർ ഗോൾഡിൽ പോകണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർഗീയത എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അതേ ബ്ലോഗർ മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടി വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടത്താപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സ്ഥാപനത്തെ എല്ലാം കുറ്റപ്പെടുന്ന ഈ സെൻകുമാറിനെയാണ് കുറ്റം. അങ്ങനെ ചെയ്ത സെൻകുമാർ ഒരു കാര്യം മനസ്സിലാക്കണം, താങ്കൾ ഇത്രമാത്രം വർഗീയത വിളമ്പിയാൽ കേരളത്തിലുള്ള മലയാളികൾ വിശ്വസിക്കില്ല. ഇതിലൊക്കെ ഉള്ളൊരു മൈലേജ് മലബാർ ഗോൾഡ് കിട്ടാനുമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വലിയ രീതിക്ക് ചർച്ച ചെയ്തല്ലോ. അപ്പോൾ മറ്റൊരു സ്ഥാപനത്തിൽ പോയി ആ പെൺകുട്ടി വീഡിയോ ചെയ്യുമ്പോൾ അതിന് വിഷയമില്ല, മലബാർ ഗോൾഡിൽ മാത്രം വീഡിയോ ചെയ്തപ്പോൾ അത് വിഷയമാക്കിയെടുത്ത സെൻകുമാറിൻ്റെ മനസ്സ് എന്ത് ദുഷ്ട മനസ്സാണെന്ന് മാത്രം നമുക്ക് ചിന്തിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം. ഇതുമായി ബന്ധപ്പെട്ട് AK ഫൈസൽ എന്ന് പറയുന്നത് മലബാർ ഗോൾഡിൻ്റെ ഫൗണ്ടറാണ്, ദുബായിലാണ് അദ്ദേഹം അതിന് താഴെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആർക്ക്?
സെൻകുമാറിൻ്റെ താഴെ. ഞങ്ങൾ മലബാർ ഗോൾഡിൽ ജോലി ചെയ്യുന്നവരാണ്. മലബാർ ഗോൾഡ് ഒരിക്കലും ഒരു പ്രത്യേക മതത്തോടോ ജാതിയോടോ ബന്ധപ്പെട്ടതായോ അല്ലെങ്കിൽ പാകിസ്ഥാനെ പിന്തുണച്ചതായോ ഉള്ള ബ്രാൻഡല്ല. മലബാർ ഗോൾഡ് എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ അവസരം എന്ന മൂല്യമാണ് പിന്തുടരുന്നത്. വാസ്തവത്തിൽ ഞങ്ങളുടെ തൊഴിലാളികൾ 75.9% പേർ ഹിന്ദുക്കളാണ്. ബാക്കി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെട്ട വിവിധ മതവിഭാഗത്തിലുള്ളവരാണ്. എല്ലാ മതങ്ങളുടെയും സഹവർത്തിയും പരസ്പര ബഹുമാനം, ഐക്യം എന്നിവയാണ് മലബാർ ഗോൾഡിൻ്റെ ശക്തി നിലനിൽക്കുന്നത്. ഇത്ര വലിയൊരു മിശ്രസംഘമാണ് മലബാർ ഗോൾഡിനെ ഇന്നത്തെ ആഗോള ബ്രാൻഡാക്കി ഉയർത്തുന്നത്. അതിനാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന അസത്യവാദങ്ങൾ, വ്യാജ ആരോപണങ്ങളും പൂർണ്ണമായും തെറ്റാണ്. പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ ദിനാചരണവുമായി ബന്ധപ്പെട്ട സംഭവം UAE എക്സ്ചേഞ്ചിനോട് ബന്ധപ്പെട്ടിരുന്നു. അതിൽ മലബാർ ഗോൾഡുമായി ബന്ധിപ്പിക്കുന്നത് യാഥാർത്ഥ്യ വിരുദ്ധമാണ്. മലബാർ ഗോൾഡിന് ഏതാനും പാകിസ്ഥാനി ബ്രാൻഡ് അംബാസഡർമാരുമില്ല. മലബാർ ഗോൾഡിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരിൽ ആലിയ ഭട്ട്, കരീന കപൂർ, കാർത്തി, NTR തുടങ്ങിയ ഇന്ത്യൻ താരങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. ഇതിനാൽ മലബാർ ഗോൾഡിനെതിരെ വ്യാജ വാർത്തകളും തെറ്റായ പ്രചാരണങ്ങളും നടത്തുന്നത് മാത്രമല്ല, അനീതിയും സമൂഹത്തിൽ വിദ്വേഷം വിതയ്ക്കുന്ന ഒരു വലിയ തെറ്റുമാണ്. ഇതാണ് അദ്ദേഹം എഴുതിയത്, AK ഫൈസൽ കുറിച്ചത്. അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളൊക്കെ വായിച്ചാൽ നമുക്ക് ലജ്ജ തോന്നും. DGPക്കെതിരെയാണ് കേട്ടോ, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇത് മലബാർ ഗോൾഡിലെ ഫൈസൽ എഴുതിയ ഒരു കുറിപ്പ്. ഇതുമായി ബന്ധപ്പെട്ടൊരു എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവമാണ്. മലബാർ ഗോൾഡിൽ ജോലി ചെയ്തിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ സുരേഷ് ചേട്ടനുണ്ട്. ആ സുരേഷ് ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ്. ഹിന്ദു അല്ലവർ. ഞങ്ങൾ നേരിട്ട് പോയി കണ്ടതാണ്. ആ കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി മലബാർ ഗോൾഡിൽ നേരിട്ടെത്തി സ്വർണവും പൈസയും നൽകി ആ കുട്ടിയുടെ കണ്ണുനീര് നമ്മൾ കണ്ടതാണ്. ആ കുട്ടി പറയുന്നൊരു വാക്കുണ്ട്, ആ വാക്കൊന്ന് കേട്ടു നോക്കും. അപ്പോൾ ഒരു 2 ഇയേഴ്സോളം മലബാറിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, 2016 to 2023 ആയി. ഇത്രയും വർഷം ഞങ്ങളുടെ ഈ ഒരു ജേണിയിൽ ഇവരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അതായത് എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോൾ അവരെ അപ്രോച്ച് ചെയ്താലും നമ്മുടെ ഒരു ഫാമിലിയിലുള്ളൊരു മെമ്പേഴ്സ് നമ്മളോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് അവർ ഞങ്ങളെ കെയർ ചെയ്തത്. അച്ഛൻ ഇല്ലാത്ത ആ ഒരു വിഷമം ഞങ്ങളിൽ ഒരു ഫാമിലി പോലെ തന്നെയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ നിന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ കല്യാണമാണെന്ന് ഞാൻ അവരെ അറിയിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഫാമിലിയിൽ ഇപ്പോഴും ഒരു സ്ട്രെങ്ത് ആയിട്ട് അവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. കല്യാണമൊക്കെ വിളിച്ചപ്പോൾ ഇവരെന്താണ് പറഞ്ഞത്? അവരും ഓർക്കുന്നു എന്നുള്ളത്. കാരണം കല്യാണമെന്നല്ല, എൻ്റെ എല്ലാം എൻ്റെ ലൈഫിൽ എനിക്കൊരു ജോലി കിട്ടിയാലും ഞാൻ ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കല്യാണമെന്ന് അറിഞ്ഞപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇത്രയും വലിയൊരു സർപ്രൈസ് അവിടുന്ന് കിട്ടുമെന്ന്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. അതുപോലെ എത്ര പറഞ്ഞാലും തീരാത്ത അത്ര നന്ദിയും കടപ്പാടും എന്നും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോട് എന്നും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന മലബാർ ഗോൾഡിനെതിരെ ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്നത് തികച്ചും തെറ്റാണ്. ഒരു മുൻ DGP അല്ലേ എന്ന പരാതി കൊടുക്കാൻ മേലേ? അതൊന്നും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ച് അദ്ദേഹം യോജിക്കാത്ത നിലയിലേക്ക് മാറി. അദ്ദേഹം പണ്ടേ സംഖ്യ എന്ന് പറയാം. ഇതിൽ BJPക്കാരെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. അവരൊന്നും ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹത്തിന് തോന്നിയത് പറഞ്ഞു എന്നല്ലാതെ ഇവരൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായി എനിക്ക് തോന്നുന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം അറിയിക്കണമെന്നുണ്ടായിരുന്നു പ്രേക്ഷകരെ. കാരണം ഇത് കുറച്ച് ദിവസമായിട്ട് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് പറയാനുള്ള കാരണം ഈ പെൺകുട്ടിയുടെ കല്യാണം സംബന്ധമായ കാര്യത്തിലേക്ക് ഞാനും അവിടെ പോയതാണ്. അന്ന് പെൺകുട്ടിയുടെയും ആ കുടുംബത്തിൻ്റെയും സന്തോഷം നമ്മൾ കണ്ടതാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അദ്ദേഹം ഇത് ചെയ്തത്. ഈ മലബാർ ഗോൾഡിൻ്റെ ചെയർമാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത്. അങ്ങനെയാണ് ഈ സ്ഥാപനം ഇത്രയും ഉണ്ടാക്കിയെടുത്തതും. ആ സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.